നാട്ടിക പഞ്ചായത്ത് 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കൺവെൻഷൻ നടന്നു. ശ്രീവിലാസ് UP സ്കൂൾ പരിസരത്ത് നടന്ന കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. മുൻമന്ത്രി VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, സ്ഥാനാർത്ഥി V ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, C ശങ്കരനാരായണൻ, CR മുരളീധരൻ, UK ഗോപാലൻ, ലോക്കൽ സെക്രട്ടറി KB ഹംസ, നിനോ ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഷൺമുഖൻ, അദ്ദേഹം അകാലത്ത് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുങ്ങിയത്, നിർബന്ധിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സഖാവ് ഷൺമുഖൻ തുടങ്ങി വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തന പരിപാടികളുണ്ട്. വികസന രംഗത്തും അതുപോലെ സാമൂഹ്യക്ഷേമ രംഗത്തും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് നിങ്ങൾ. അക്കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഈ സന്ദർഭത്തിൽ വിശദീകരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് ദിനേശൻ ഏതാനും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. തീർച്ചയായും കഴിഞ്ഞ 4 വർഷക്കാലത്ത് LDFിൻ്റെ ഭരണം സഖാവ് ദിനേശൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ, നമ്മുടെ ഈ വാർഡിൽ ഉൾപ്പെടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ, വിവിധ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായും ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ജനപക്ഷത്ത് നിന്നുകൊണ്ട് തീർച്ചയായും അതെല്ലാം വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൂടുതൽ എന്തെങ്കിലും വിശദീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിവിടെ തുടർന്നുള്ള സംസാരങ്ങളിൽ, പ്രസംഗങ്ങളിൽ വിശദീകരിക്കപ്പെടും എന്ന് ഞാൻ കണക്കാക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്.